ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കും. ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ മക്കൾക്കും അമ്മച്ചിയുടെ സ്നേഹവന്ദനം. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. എത്രയോ അനുഗ്രഹവും കൃപകളും നമുക്ക് ഓരോ ദിവസവും തരുന്നു. എല്ലാ അപകടങ്ങളിൽ നിന്നും നമ്മെ കാത്തു പരിപാലിച്ച് നടത്തുന്നു. എന്നാലും നമുക്ക് ഈ ലോകത്തിൽ കുറെ വിഷമങ്ങൾ എല്ലാം ഉണ്ട്, അല്ലേ മക്കളെ? 2004 സുനാമി ഉണ്ടായി. 2013 ചെന്നൈ വെള്ളപ്പൊക്കം ഉണ്ടായി. 2018 കേരളത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായി. പക്ഷേ നമ്മെ ഭയപ്പെടുത്തിയ ഒന്ന് 2019 കോവിഡ്. പരസ്പരം ഒന്നും കാണാൻ പോലും പറ്റാതെ വിഷമിച്ച ആ വർഷം. 2024 വയനാട് ഉരുൾപൊട്ടൽ. വിഷമങ്ങൾ നിറഞ്ഞ നിമിഷങ്ങൾ, അല്ലേ മക്കളെ? നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ. ആകാശത്തിന്റെ ഉറവകൾ തുറക്കാനും അടയ്ക്കാനും അധികാരമുള്ള സർവശക്തനായ ദൈവമേ, ഇനിയൊരു പ്രളയം കൊണ്ട് നമ്മുടെ ദേശം നശിപ്പിക്കില്ല എന്ന് ഉറപ്പ് ചെയ്തവനെ, ഞങ്ങളുടെ തെറ്റുകൾ പൊറുത്ത് ഞങ്ങളുടെ ദേശത്തോട് കരുണ ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു. കുറെ നഷ്ടത്തിൽ നിന്നും ദുരന്തത്തിൽ നിന്നും നമ്മുടെ മക്കളെ കാത്തു പരിപാലിച്ച് നടത്തുന്നേ എന്ന് അപേക്ഷിക്കുന്നു. ആമേൻ. സംസാരിച്ച് അമ്മച്ചി കാര്യം മറന്നുപോയി. നമ്മുടെ ബൈബിളിൽ നമ്മെ പരിചയപ്പെടുത്തിയ പല കഥകളും നമുക്കറിയാം. തളർവാദിയെ സുഖപ്പെടുത്തിയതും പിശാചുകളെ ബഹിഷ്കരിക്കുന്നതും മരിച്ചവനെ ഉയർപ്പിക്കുകയും ചെയ്യുന്നു എന്ന പല കഥകളും നമുക്കറിയാം. എന്നാ ബൈബിളിലെ ഒരു കഥ നമുക്ക് നേരിട്ട് കണ്ടാലോ മക്കളെ? അമ്മച്ചി പിന്നെ വരാം കേട്ടോ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും. എന്തെങ്കിലും തരണേ, അന്ധനായ എന്നെ സഹായിക്കണേ. കണ്ണുപൊട്ട, നിന്നെ ആരും സഹായിക്കാൻ മാറിപ്പോകൂ. ആഹാ, നിന്റെ കയ്യിൽ ഇത്രയും നാണയ കുത്തുകൾ. കണ്ണുപൊട്ടനായ നിനക്ക് ഇത് എന്തിനാ? അയ്യോ യജമാനന്മാരെ, വിശപ്പ് സഹിക്കാതായപ്പോൾ ഭിക്ഷ യാചിച്ചതാണ്. അതെനിക്ക് തിരികെ തരണേ, എന്നോട് പൊറുക്കണമേ. പൊറുക്കണം പോലും അത് ദൈവത്തിന്റെ ജോലിയാണ്. എങ്കിലും നീ യാചിച്ചതല്ലേ? പൗരപ്രമുഖ, ഇവനോട് പൊറുത്തേക്കൂ. ഇതാ പൊറുത്തിരിക്കുന്നു.
പോകില്ല. എന്നെ പോലുള്ളവരെ സഹായിക്കാൻ ഒരുവൻ വരും. നിങ്ങൾ പാപികളെന്ന് മുദ്ര കുത്തിയ ഞങ്ങളെ രക്ഷിക്കാൻ ഒരുവൻ ഇവിടെ വരും. ഏതോ ഒരുവനല്ല, അവൻ വിമോചകനാണ്, രക്ഷകനാണ്. വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. നീ പോയി ക്ഷീരമഹാകുളത്തിൽ കഴുകുക.
കാഴ്ച തന്നു. ഓ എന്റെ കർത്താവേ, നിനക്ക് എങ്ങനെയാണ് കാഴ്ച ലഭിച്ചത്? ഞാൻ വിശ്വസിക്കുന്നു, നസ്രായൻ എനിക്ക് സൗഖ്യം നൽകി. നിന്റെ വിശ്വാസത്തിനൊന്നും ഞങ്ങൾ എതിരല്ല. പക്ഷേ നിനക്ക് കാഴ്ച ലഭിച്ചു എന്ന സത്യം പുറത്തു പറയരുത്. നമ്മുടെ പിതാക്കന്മാർ നൂറ്റാണ്ടുകളായി ആചരിച്ചു വന്ന ശാപത്തെ അവൻ ലംഘിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ ഞങ്ങളോടൊപ്പം നിൽക്കണം. ഇല്ല, ഞാൻ നിങ്ങളോടൊപ്പം നിൽക്കില്ല. അതെ, ശാപത്തിനും നന്മ ചെയ്യാൻ കഴിയുമെന്ന് ലോകം അറിയട്ടെ. എന്നാ, നിന്റെ കണ്ണുകൾ ഞാൻ കുത്തിപ്പൊടി. അയ്യോ, എന്നെ വിടൂ, എന്നെ വിടൂ. അവരെ വിടൂ. ആളുകൾ വരുന്നു. അവരെ വിട്ടേക്കൂ. നമുക്ക് പോകാം. ഓ നസ്രായ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, ആരൊക്കെ നിന്നെ തള്ളി പറഞ്ഞാലും, ഞാൻ നിന്നെ തള്ളി പറയുകയില്ല. ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. ഓ കർത്താവേ, രക്ഷക, ദാവീദിന്റെ പുത്ര, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. രാജാവേ